ഈ കുഴൽമന്ദം പാലക്കാട് ജില്ലയിൽ അടക്കമുള്ള സ്ഥലങ്ങളിലും സമാനമായ പ്രതിസന്ധിയാണ്. കഴിഞ്ഞ ദിവസമാണ് അവിടെ ഒരു കർഷകർ ഞാറ് ചവിട്ടിത്താഴ്ത്തിയ സംഭവം ഉണ്ടായത്. അവരുടെ പ്രതിഷേധമായിരുന്നു. കാരണം ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നില്ല, നെൽകർഷകരോട് ചിറ്റമ്മ നയം എന്നതായിരുന്നു അവരുടെ ആക്ഷേപം. IC ബോസ് എന്ന കർഷകൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ IC ബോസ്, ആലപ്പുഴ ജില്ലയിലെ കാഴ്ചകൾ താങ്കൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. അവിടെ വ്യാപകമായി നെല്ലുകൾ ശേഖരിക്കാതെ, നെല്ല് സംഭരിക്കാതെ കെട്ടിക്കിടക്കുകയാണ്. തണുപ്പേറുന്ന പാടശേഖരങ്ങളിലും അടുത്ത വീടുകളിലും മറ്റുമൊക്കെ കൂട്ടിയിട്ടേക്കുന്ന നെല്ല് ഒന്ന് ഏറ്റെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. പാലക്കാടിൻ്റെ അവസ്ഥ എന്താണ്? അവിടെ ഈ വിഷയത്തിൽ സമാനമായ കാഴ്ചയാണോ നിങ്ങൾക്കുള്ളത്? ഇപ്പൊ പാലക്കാട് ജില്ലയിൽ കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഏകദേശം 1.5 മാസത്തോളമായി. ഇനി കൊയ്യാനുള്ളത് ഒരു 10% താഴെ മാത്രമേ കൊയ്യാനുള്ളൂ. പക്ഷെ ഈ 90% കൃഷിയും ഒന്നാം വിള കൊയ്ത്ത് കഴിഞ്ഞു. ഇപ്പൊ എല്ലാം വീട്ടുകളിലും നമ്മൾ ചാക്കിലാക്കി അട്ടിയിട്ടിരിക്കുന്നത്. ഇപ്പൊ ഈ കനത്ത മഴ വളരെയേറെ പ്രതിസന്ധിയിലാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ എത്ര അടുക്കി വെച്ചാലും അതിന്റെ അടിയിലുള്ള കൂടെ വെള്ളത്തിന്റെ ഈർപ്പം വന്ന് അടിയിൽ വന്ന ചാക്കുകൾ ഇനി നമ്മൾ എടുത്തു നോക്കിയാൽ മാത്രമേ അതിന്റെ സ്ഥിതി എന്തായിരിക്കും പറയാൻ പറ്റുള്ളൂ. ചില പാടത്ത് നമ്മളിപ്പോ ഇന്നലെ കുഴൽമന്ദത്തിന്റെ പെരുങ്കുന്നം പാടശേഖരത്തിൽ അവിടെ മുളച്ചിരിക്കുന്നില്ലേ, അത് ഇന്നലെ മനോരമയിൽ തന്നെ വലിയ വാർത്തയായിട്ട് ഫ്രണ്ട് പേജിൽ വന്നതാണ്. നെൽകൃഷി മുളച്ചു. എന്നിട്ട് പോലും ഇപ്പോ ഏറ്റവും പ്രതിഭാസമായിട്ട് കാണുന്നത് ഈ ഞങ്ങൾക്ക് ഈ 30 രൂപ സംഭരണ തോത് തന്നു എന്നുള്ളതിൽ ഒരു ആഹ്ലാദവും ഇല്ല. കാരണം ഈ സംഭരണത്തിന്റെ ചർച്ച ഈ കൊയ്ത് കഴിഞ്ഞിട്ടല്ല നടത്തേണ്ടത്. കൊയ്ത്തിന് മുൻപ് എത്രയോ മാസങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ വർഷം തന്നെ ഈ മില്ലുടമകളായിട്ട് തർക്കമുണ്ടായെന്നുള്ളത് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. അപ്പൊ പരിഹരിക്കാതെ ഈ കൊയ്ത്ത് കഴിഞ്ഞ ശേഷം മില്ലുടമകളായിട്ട് ചർച്ച ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? മനഃപൂർവ്വം വൈകിക്കണം. ഇപ്പൊ ഒട്ടനവധി ചെറുകിട നാമമാത്ര കർഷകർ 17, 18, 19, 20, 21 തരത്തിലുള്ള വിലയ്ക്കാണ് നെല്ല് കിലോന് വിറ്റയച്ചിരിക്കുന്നത്. അപ്പൊ ആ കർഷകർക്ക് 11 മുതൽ 14 രൂപ വരെ നഷ്ടമാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ. കഴിഞ്ഞ വഴിക്ക് തന്നെ നമുക്ക് ഈ മൂലകരത്തിലും മുഞ്ഞരോഗം കൊണ്ടുകൊണ്ട് വിളവ് എണ്ണുമായി കുറഞ്ഞിരിക്കണം. ഒരേക്കരക്ക് നമുക്ക് ശരിക്കും 2000 കിലോ കിട്ടുന്ന ഡിമാൻഡ് നിങ്ങളെ സമ്മർദ്ദപ്പെടുത്തി കുറഞ്ഞ വിലയ്ക്ക് നെല്ല് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണോ ഈ കാലതാമസം വരുന്നതിന് പിന്നിൽ? സാർ, അതിൽ വരാൻ പോകുന്നത് കാലാവസ്ഥ. നമുക്ക് വീട്ടിൽ എല്ലാ വീട്ടുകാർക്കും ചെറുകിട സാധാരണപ്പെട്ട കർഷകർക്ക് വീട്ടിൽ നെല്ലെടുത്ത് വെക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലല്ലോ. എത്ര ആൾക്കാർക്ക് അതിന് ഷെഡോ മറ്റുള്ള വീട്ടിന്റെ ഉള്ളിൽ എടുത്തു വെക്കാനുണ്ട്. അപ്പോൾ അവർ പറയുന്ന വിലക്ക് ഇപ്പോൾ നമ്മൾ കുഴൽമന്ദത്തിൽ തന്നെ ഈ കൊയ്ത നെല്ല് അതേ തരത്തിൽ ഈ ട്രാക്ടറിൽ ഉടനെ നേരിട്ട് മില്ലുകളിലേക്ക് കൊണ്ട് കൊടുക്കേണ്ട സ്ഥിതിയാണ്. അപ്പൊ നമ്മൾ അവിടെ പോകുമ്പോൾ അവര് പറയുന്ന വിലയാണ്. നമ്മുടെ ഒരു വില 22 പറഞ്ഞ് കൊണ്ടുപോയാൽ അവര് പറയും ഈ നെല്ലെല്ലാം ഉദ്ദേശിച്ചത് ഇതിൽ ചണ്ടുണ്ട്, മറ്റുള്ള വേസ്റ്റ് ഉണ്ട്, ഞങ്ങൾക്ക് 18, 19, 20 വരെ പിടിക്കാൻ പറ്റുള്ളൂ. പെട്ടെന്ന് ആ സമയത്ത് നമുക്ക് അതവിടെ ഇട്ടിട്ട് വരാൻ പറ്റില്ലല്ലോ. നമ്മളെല്ലാ കാലത്തും നിലനിൽക്കുന്ന വിഷയമാണ്. ഇതിൽ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നതാണ്. അതായത് പൂർണ്ണമായും സ്വകാര്യ മില്ലുകളെ ആശ്രയിച്ചാണല്ലോ നമ്മുടെ നെല്ല് സംഭരണം നിലനിൽക്കുന്നത്. സർക്കാരിന് യഥാർത്ഥത്തിൽ ഇടപെടൽ ഉണ്ടെങ്കിൽ കൂടിയും, ചില ഇടപെടലുകൾക്ക് അധികാരമുണ്ടെങ്കിൽ കൂടിയും പൂർണ്ണമായും സ്വകാര്യ മില്ലുകളെ നിയന്ത്രണത്തിലാണ് ഈ സംവിധാനം. ഇതിലേക്ക് സർക്കാരിന് കടന്നു വരാൻ പറ്റാത്ത എന്താ? ഇപ്പോൾ സർക്കാർ സംവിധാനത്തില് ഇന്ത്യ ഗവൺമെന്റിന്റെ ആണെങ്കിലും സംഭരണ ഏജൻസി സംഭരണ ഗോഡൌണിൽ സ്ഥാപിക്കാൻ വേണ്ടി എത്രയോ കോടാനുകോടി റുപ്യ ഫണ്ടിങ് ഉണ്ട്. പക്ഷെ അത് ഉപയോഗപ്പെടുത്തി ഓരോ ജില്ലയിലെ അല്ലെങ്കിൽ ഓരോ താലൂക്ക് അടിസ്ഥാനത്തില് വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ പോലുള്ള ഇപ്പൊ നമ്മുടെ തന്നെ ഉണ്ടല്ലോ, അവിടെ ഈ നെല്ല് എടുത്തു വെക്കുക. എന്നിട്ട് അവര് അതിനുള്ള വിപണി കണ്ടെത്തി അരി ഉണ്ടാക്കി വിൽപ്പന നടത്തും. ഇത് സ്വകാര്യ മില്ലുകാരനെ വെക്കുമ്പോൾ അവര് പറയുന്ന ഘട്ടത്തിൽ അവരൊന്നും ചർച്ചയ്ക്ക് വരില്ല. കൊയ്ത്ത് തുടങ്ങിയാലും അവരും മിണ്ടില്ല. അതിനുശേഷം കൊയ്ത്ത് ആരംഭിച്ചാൽ അവര് പറയും ഞങ്ങളുടെ മുൻകാലത്തിലുള്ള എല്ലാവിധ കുടിശ്ശികളും ഇവിടെ തരണം പറഞ്ഞ് അവര് ബുദ്ധിമുട്ടിക്കുന്നത്. പക്ഷെ അതിന് ഗവൺമെന്റും അതിന് ഒത്താശ ചെയ്യല്ലേ. ഗവൺമെന്റിന് അറിയില്ല എത്ര കുടിശ്ശിക അവർക്ക് നിലനിൽക്കുന്നുണ്ട്. ഹാൻഡ്ലിംഗ് ചാർജ്, കൈകാര്യ ചെലവ്, പിന്നെ ഔട്ടർ റേഷ്യോ, ഇതെല്ലാം ഗവൺമെന്റിന്റെ പരിഗണനയുണ്ടെങ്കിലും അവർ ആ സമയത്തൊന്നും ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ എന്തായാലും ഒരു നെൽകൃഷി ഇറക്കുന്ന 4 മാസത്തെ സമയമാണ്. ആ തുടക്കം തൊട്ട് നമ്മൾ കർഷക സംഘടനകളിൽ നിരന്തരം ആവശ്യമാണ് കർഷകരെ ഈ മില്ലുകാരായിട്ട് ചർച്ച ചെയ്ത് അവരിനെ കോംപ്രമൈസ് ചെയ്ത് യഥാസമയം കൊയ്ത്തിന് മുൻപ് നെല്ല് എടുത്ത് കൊണ്ടുപോകാനുള്ള നടപടി ഉണ്ടാക്കണം പറഞ്ഞാൽ ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നില്ലല്ലോ. എത്ര പ്രാവശ്യം ഞങ്ങൾക്ക് ഉദ്യോഗസ്ഥ തലത്തിൽ ഇനി പോകാൻ വഴിയില്ല, മന്ത്രിമാരുടെ തലത്തിൽ പോകാൻ വഴിയില്ല. അതിന്റെ പ്രതിഷേധം ഞങ്ങൾ ചേറ്റിൽ ചവിട്ടി പ്രതിഷേധം. ഞങ്ങൾ അധ്വാനത്തിന് ഒരു വിലയില്ലാതെ ഞങ്ങൾ ചേറ്റിൽ ചവിട്ടി പ്രതിഷേധം. ഇനി ഞങ്ങൾ പാടത്തെ പ്രതിഷേധിക്കാനുള്ളൂ. അല്ലാണ്ട് ഗവൺമെന്റ് തലത്തിലോ മന്ത്രി തലത്തിലോ ഇത് പറഞ്ഞാൽ
വില പോകുന്നില്ല. ഞങ്ങൾ എന്ത് പറഞ്ഞാലും ചെവിക്കൊള്ളുന്നില്ല അവർ. ശരി, IC ബോസ് വളരെ നന്ദി പ്രതികരിച്ചതിന്. ശരണ്യ, നമുക്ക് അവസാനമായ ഒരു കാര്യം, ഈ വിഷയത്തിൽ നമ്മൾ മന്ത്രിയുടെ അടക്കം GRN മന്ത്രിയുടെ അടക്കമുള്ള പ്രതികരണത്തിന് ശ്രമിക്കുന്നു, പക്ഷേ അദ്ദേഹത്തെ നമുക്ക് ഫോണിൽ ലഭ്യമാവുന്നില്ല. എന്തായാലും ഇതിൽ സർക്കാർ വിശദീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. സംഭരണ തുക വർദ്ധിപ്പിച്ച് കർഷകർക്ക് വലിയ നേട്ടമാവുന്ന തീരുമാനമെടുത്തു എന്ന് അവകാശപ്പെടുന്ന സർക്കാർ കർഷകരുടെ ഒരു വർഷത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് പാടശേഖരങ്ങളിൽ കൂട്ടിയിട്ടിരിക്കുന്നത്. അത് കാണാതെ പോയരുത് എന്ന കാര്യമുണ്ട്. സ്വകാര്യ മില്ലുകൾക്ക് കുറഞ്ഞ വിലയ്ക്ക് നെല്ല് സംഭരിക്കാൻ, അവർക്ക് വഴിയൊരുക്കാൻ ഇട നൽകുന്ന തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്നൊരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ശരണ്യ, ഇപ്പോൾ ഈ കർഷകൻ പാലക്കാട് കാവശ്ശേരി പാടശേഖര പ്രസിഡന്റ് ജയകുമാർ കൂടി നമുക്കിപ്പമുണ്ട്. ശ്രീ ജയകുമാർ, ആലപ്പുഴയുടെ കർഷകരുടെ ഒരു വിലാപം നമ്മൾ കാണുകയായിരുന്നു. കാരണം പാടശേഖരങ്ങളിൽ വ്യാപകമായി നെല്ല് കൂട്ടിയിട്ടിരിക്കുകയാണ്. സർക്കാർ കർഷകർക്ക് ഗുണം ചെയ്യുന്ന നെല്ല് സംഭരണ തുക വർദ്ധിപ്പിച്ചു എന്ന് അവകാശപ്പെടുമ്പോൾ നെല്ല് പാടശേഖരങ്ങളിൽ നിന്ന് ഏറ്റെടുക്കാൻ ആളില്ല എന്നതാണ് നിലവിലെ അവസ്ഥ. ഈ സംഭവിക്കുന്നത് സ്വകാര്യ മില്ലുകൾ ഒത്തുകളിക്കുന്നതാണോ? അങ്ങനെ സംശയിക്കുന്നുണ്ടോ നിങ്ങൾ? 100% അതന്നെയാണ്. ഇവിടെ കേരള സർക്കാർ 1.5 വർഷമായി കർഷകർ കൊയ്തെടുത്ത നെല്ല് പാടശേഖരങ്ങളിലും വഴിയോരത്തും കൂട്ടിക്കിടക്കുന്ന സമയത്ത് കർഷകർ വികസനമാണ് കാണിച്ചത്. അതായത് ഇലക്ഷനോട് മുന്നോടിയായി ഞങ്ങൾ 2 രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്ന രീതിയിൽ കർഷകരെ വഞ്ചിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നെൽകർഷകർ വളരെ പ്രയാസപ്പെട്ട് കൊയ്തെടുത്ത നെല്ല് ഇത്രയും നേരമായിട്ട് സംഭരണം തീരുമാനിക്കാതെ വില നിശ്ചയിച്ച് എന്തടിസ്ഥാനത്തിലെന്നാണ് മനസ്സിലാവാത്തത്. 70% നെല്ലും കർഷകർ പുറത്ത് കൊടുത്തു കഴിഞ്ഞു, കിട്ടിയ വിലക്ക് കൊടുത്തു കഴിഞ്ഞു, കാലാവസ്ഥ വ്യതിയാനം മൂലം. ഇത് കർഷകരെ വഞ്ചിക്കുന്ന ഒരു ഏർപ്പാടാണ്. യെസ്, വളരെ നന്ദി ജയകുമാർ. കാവശ്ശേരിയിൽ നിന്ന് ജയകുമാറാണ് പ്രതികരിച്ചത്. എന്തായാലും കർഷകരുടെ ഈ പ്രശ്നത്തിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാവണം. കാരണം ഇത് എല്ലാ വർഷവും എല്ലാ കാലഘട്ടത്തിലെ കൃഷിയിലും സമാനമായ പ്രതിസന്ധിയാണ്. ശരണ്യ, വ്യാപകമായ കൃഷിയിടം ആലപ്പുഴ കുട്ടനാട്ടിലെ അവസ്ഥ നമ്മൾ കാണിക്കുമ്പോൾ ഈ വിഷയത്തിൽ സംഭവിക്കുന്നത് എന്തെന്നാണ്. കാരണം സ്വകാര്യ മില്ലുകൾ, നമ്മുടെ സംഭരണ മേഖല പൂർണ്ണമായും സ്വകാര്യ മില്ലുകളുടെ ഇടപെടലോടുകൂടിയാണ്. കാരണം അവിടെ സർക്കാരിൻ്റെ ഇടപെടലിന് ചില പരിമിതിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർക്ക് ഇവരുടെ ഈ സമ്മർദ്ദത്തിന് നിന്നു കൊടുക്കുന്നത് എങ്ങനെ എന്നതാണ് ചോദ്യം. ഇതിൽ കൃത്യമായൊരു വിശദീകരണം കൃഷി വകുപ്പിനോ പൊതുസംഭരണ വകുപ്പിനോ ഇക്കാര്യത്തിൽ നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർഷകർക്ക് ഈ നെല്ല് സംഭരിച്ചു വെക്കാൻ ഒരു ഇടം പോലും ഇല്ല എന്നൊരവസ്ഥയാണ്. അതിനും എങ്കിലും പരിഹാരം ഉണ്ടാവേണ്ടേ? തകഴിയിൽ ഇതുപോലെ തന്നെ ഒരു ഗോഡൗൺ, അതായത് സംഭരണശാല നിർമ്മിച്ചിരുന്നു. പക്ഷെ അത് സർക്കാർ മേഖലയിൽ അത് ഒരു ഗുണവുമില്ലാത്ത രീതിയിൽ നശിച്ചു പോവുകയാണ് ചെയ്തത്. അത് സംരക്ഷിക്കുക അല്ലെങ്കിൽ അത് കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുകയോ ഒന്നും ആ ഡിപ്പാർട്ട്മെന്റ് ചെയ്തില്ല എന്നുള്ളതാണ്. ഇതിൽ സംഭരണശാലകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ സൈത്ത് കുട്ടനാടിൻ്റെ സാഹചര്യം പാലക്കാട് നിന്നും വളരെ വിഭിന്നമായൊരു സാഹചര്യമാണുള്ളത്. കാരണം ഇവിടെ എന്ന് പറയുന്ന സീ ലെവലിന് താഴെ കൃഷി ചെയ്യുന്ന ഭൂപ്രദേശമുള്ള ഒരു സ്ഥലമാണ് കുട്ടനാട്. അതുകൊണ്ട് തന്നെ പൊതുവെ ഈർപ്പം കൂടിയ, ജലാംശം കൂടിയ ഒരു പ്രദേശം കൂടിയാണ് കുട്ടനാട്. അതുകൊണ്ട് തന്നെ പാലക്കാടിൻ്റെ ഒരു ചൂടുപിടിച്ച അന്തരീക്ഷത്തിൽ നെല്ല് സൂക്ഷിക്കുന്നത് പോലെ പോലും കുട്ടനാടിൽ അത്തരത്തിൽ ആളുകൾക്ക് സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. മാത്രമല്ല ചിറകളും ഒക്കെയാണ് ഈ പാടശേഖരങ്ങൾക്ക് ചുറ്റുമുള്ള കർഷകരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഭൂമി എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമാണ് സ്വന്തമായിട്ടുള്ളത്. അവർക്ക് താമസിക്കാനുള്ള കരപ്രദേശമായിട്ടുള്ളത് വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ അവരുടെ ഇതാണ്. അതായത് ഇത്തരത്തിൽ വെറ്റ്ലാൻഡുകളും ഒപ്പം തന്നെ ഈ കൃഷിയിടങ്ങളുമാണ്. അതുകൊണ്ട് അവർക്ക് സംരക്ഷണം എന്നുള്ളത് വലിയ ടാസ്ക് ആണ് കുട്ടനാട്ടുകാർക്ക്. അത് ഇത്രയും ഒരു ഡിലേ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം ഇപ്പോൾ പത്തനംതിട്ടയിൽ മഴ പെയ്താലും ഇടുക്കിയിൽ മഴ പെയ്താലും കിഴക്കൻ മേഖലയിൽ എവിടെ മഴ പെയ്താലും വെള്ളം ഒഴുകിയെത്തുന്നത് കുട്ടനാട് വഴിയേ അറബിക്കടലിലേക്ക് പോകും. അപ്പോൾ ആ ഒരു ഘട്ടം, അതിനെ എല്ലാ കാലാവസ്ഥാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് കൃഷി ചെയ്യുന്ന കർഷകരാണ്. അവരിപ്പോഴും സർക്കാർ പറയുന്ന രീതിയിൽ തരിശു നിലങ്ങളായി നിലങ്ങളിടാതെ കൃഷി ചെയ്ത് സംരക്ഷിച്ച് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആളുകളാണ്. പക്ഷേ അവിടെ ഇത്രയും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് കൃഷി ചെയ്യുന്ന കർഷകർക്ക് എന്ത് പ്രോത്സാഹനമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നതെന്നുള്ളതാണ്. നമുക്കറിയാം PRSന്റെ പ്രശ്നങ്ങളുമായി സിബിൽ സ്കോറുമൊക്കെയായി ബന്ധപ്പെട്ട് കർഷക ആത്മഹത്യ ഉൾപ്പെടെ വലിയ വിവാദം സൃഷ്ടിച്ച ഒരു ഇടം കൂടിയാണ് ആലപ്പുഴയിലെ കുട്ടനാടൻ മേഖല, അതുകൊണ്ട് തകഴി അടക്കമുള്ള മേഖലകൾ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ PRS വായ്പ പോലും നമുക്കറിയാലോ, സർക്കാർ ഇപ്പോൾ കർഷകര് അവർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സർക്കാരിന് വിറ്റാൽ അത് അവർക്ക് തിരിച്ചു കിട്ടുന്നത് വായ്പ, PRSന്റെ വായ്പയായിട്ടാണ് ബാങ്കുകൾ അവർക്ക് പണം കൊടുക്കുന്നത്. പിന്നീട് സർക്കാർ ആ പണം ബാങ്കുകൾക്ക് അടയ്ക്കുകയാണ്. അപ്പോൾ ബാങ്കുകൾക്ക് പണം സർക്കാർ
അടക്കാൻ വൈകുന്നത് പോലും കർഷകനെ ബാധിക്കുന്നു. കാരണം വായ്പ എടുത്ത ആൾ ഡോക്യുമെന്റ് പ്രകാരം കർഷകനായതുകൊണ്ട് തന്നെ PRS വരുന്ന പ്രശ്നങ്ങൾ സർക്കാർ പണം അടക്കാൻ വൈകുന്നതോറും അതുൾപ്പെടെ കർഷകനെ ബാധിച്ചുകൊണ്ട് അവരുടെ സിബിൽ സ്കോറിനെ ഉൾപ്പെടെ ബാധിക്കുന്നു. അതുകൊണ്ട് ഇവർ ഭൂരിഭാഗം പേരും ആശ്രയിക്കുന്നതെന്ന് പറയുന്നത് സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങളെയാണ്. അതായത് സ്വർണം പണയം വെക്കൽ, സ്വകാര്യ വായ്പകൾ, അത്തരം കാര്യങ്ങളാണ് കർഷകർ ആശ്രയിക്കുന്നത്. അപ്പോൾ ഇവർക്ക് വരുന്നൊരു പ്രഷർ എന്ന് പറയുന്നത് ചില്ലറയല്ല. ഇവരൊരു കാൽക്കുലേഷൻ്റെ പുറത്താണ് ഓരോ കർഷകരും കൃഷിയുമായി മുന്നിട്ടിറങ്ങുന്നത്. പക്ഷേ അങ്ങനെ കൃഷിയുമായി അവർ മുന്നിട്ടിറങ്ങുന്ന ഘട്ടത്തിൽ ആ ഒരു കണക്കുകൂട്ടലിനെ ആകമാനം തെറ്റിച്ചുകൊണ്ടാണ് കർഷകരെ ഇത്തരമൊരു പ്രതിസന്ധിയിലേക്ക് സർക്കാർ തള്ളിവിടുന്നതെന്ന് തന്നെ പറയാം. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഈർപ്പം പരിശോധിക്കാൻ, അതായത് പാഡി ഓഫീസർമാരോ സപ്ലൈകോ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വേണം ഈ മില്ലുടമകൾ എത്തുകയും അവർ ഇത് മോയ്സ്ചർ കണ്ടന്റ് എത്രയുണ്ടെന്ന് പരിശോധിക്കുകയും അത്തരം കാര്യങ്ങളെ വിലയിരുത്തുകയും ചെയ്യേണ്ടത്. പക്ഷേ ഈ ഒരു നെല്ല് ഏറ്റെടുക്കുന്ന സമയമാകുമ്പോൾ കൃത്യമായി ഉദ്യോഗസ്ഥർ അവിടുന്ന് മാറിക്കളയും എന്നുള്ളതാണ്. പിന്നെ ഈ ഡീലിങ്സ് മൊത്തം, അതായത് ഇടപാടുകൾ മൊത്തവും കർഷകരും സ്വകാര്യ മില്ലുടമകളും തമ്മിൽ ഡയറക്റ്റ് ആണ് എന്നുള്ളതാണ്. അതായത് വിലപേശണമെങ്കിൽ വിലപേശാം, കുറച്ചെടുക്കണമെങ്കിൽ കുറച്ചെടുക്കാം, അല്ലെങ്കിൽ കൂട്ടി കൊടുക്കണമെങ്കിൽ അവരത് വാശി പിടിച്ചാൽ അതിന് കർഷകൻ വഴങ്ങണം. അതിനിടയിൽ ചെന്ന് പരാതി പറയാനോ അല്ലെങ്കിൽ ഞങ്ങൾ ഇത്തരത്തിൽ അനീതിക്ക് ഇരയാക്കപ്പെടുന്നു അല്ലെങ്കിൽ ചൂഷണം നടക്കുന്നു എന്ന് അവർക്ക് അവകാശപ്പെടാനോ അല്ലെങ്കിൽ പറയാനോ സൂചിപ്പിക്കാനോ പോലും ആ സ്ഥലങ്ങളിൽ ആളുകൾ എത്തുന്നില്ല എന്നുള്ളതാണ്. അതായത് ബോധപൂർവമായ ഒരു നിരുത്തരവാദിത്വപരമായ സമീപനം ഈ വിഷയത്തിനകത്ത് ഉണ്ട് സജിത്ത്. അത് ദീർഘകാലമായി നടക്കുന്നു. പക്ഷേ ഈ സ്വകാര്യ മേഖലകൾ സർക്കാരിന് വിചാരിച്ചാൽ ഒരു റൈസ് മില്ല് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ഒരു സംഭരണശാലകൾ സ്ഥാപിക്കാനോ കഴിയാത്തല്ല. ഒരു ഗോഡൌണുകൾ സ്ഥാപിച്ചു കൊടുത്താൽ പോലും ഉയരത്തിലുള്ള ഒരു ഗോഡൌൺ സ്ഥാപിച്ചു കൊടുത്താൽ പോലും കർഷകൻ അവിടെ കൊണ്ട് അവന്റെ നെല്ല് സംഭരിക്കും. കാരണം 5000 രൂപയോളം നമ്മൾ കണ്ട ഒരു ചെറിയ പാടശേഖരത്ത് 5000 രൂപയോളം ദൈനംദിനം അവർക്ക് നെല്ല് മാറ്റാൻ അല്ലെങ്കിൽ അത് ഇളക്കി സൂക്ഷിക്കാൻ വേണമെങ്കിൽ ചെറിയ പേയ്മെന്റ് അടച്ചിട്ടാണെങ്കിലും കർഷകർ ആ നെല്ല് അവിടെ കൊണ്ട് വെക്കാൻ, സുരക്ഷിതമായി വെക്കാൻ തയ്യാറാകും. അങ്ങനെയാണെങ്കിൽ അവരുടെ നെല്ലിന് ഡിമാൻഡ് ഉണ്ടാകും. ആ ഡിമാൻഡ് ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത്. ഡിമാൻഡ് ഇല്ലാതാകുമ്പോൾ അത് വാങ്ങുന്ന ആൾക്ക് വളരെ കുറച്ച് വിലയ്ക്ക് കർഷകരെ ചൂഷണം ചെയ്തുകൊണ്ട് ആ നെല്ല് കൈപ്പറ്റാൻ കഴിയും. ആ തന്ത്രമാണ് സ്വകാര്യ മില്ലുകൾ ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, ശരണ്യ സൂചിപ്പിച്ചതാണ് സാഹചര്യം. വെച്ചൂർ, കോട്ടയം ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയായ വെച്ചൂരിൽ സർക്കാരിന് കൃഷി വകുപ്പിൻ്റെ കീഴിലൊരു റൈസ് മിൽ സർക്കാർ മേഖലയിൽ ആരംഭിച്ചതാണ്. എന്താണ് ആ മേഖലയിൽ ആ മില്ലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്നതുകൂടി പ്രസക്തമാണ്. കാരണം സർക്കാർ മേഖലയിൽ റൈസ് മില്ലുകളുടെ അഭാവം മുതലെടുക്കാൻ സ്വകാര്യ മില്ലുകൾ ശ്രമിക്കുമ്പോൾ, കർഷകരെ ചൂഷണം ചെയ്യുമ്പോൾ എന്താണ് വെച്ചൂരെ ഈ റൈസ് മില്ലിൻ്റെ അവസ്ഥ കൂടി എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കൂടി ഈ കാര്യങ്ങൾ പരിശോധിക്കാം. ഒപ്പം ഒരു കാര്യം കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. ഈ കർഷകർക്ക് നെല്ല് സംഭരിച്ച തുക നൽകുന്നതിന് കേന്ദ്ര സർക്കാരിനും തുല്യ ഉത്തരവാദിത്തമുണ്ട്. അതല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് കൂടുതൽ ഉത്തരവാദിത്തമുള്ളൊരു മേഖലയാണ്. പക്ഷേ നെല്ല് സംഭരണത്തിൽ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ തന്നെയാണ് പ്രധാനപ്പെട്ടത്. കാരണം സംസ്ഥാനത്തെ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം ഉൾക്കൊള്ളുന്ന സംഘമാണ്, പാഡി ഓഫീസർമാരടക്കം ഉൾക്കൊള്ളുന്ന സംഘമാണ് ഇതിൽ കൃത്യമായി ഇടപെടൽ നടത്തേണ്ടത്. അത് സംഭരിക്കപ്പെടുന്നില്ല എന്ന ഗുരുതരമായ വിഷയമാണ് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്തായാലും കർഷകരുടെ ഈ പ്രശ്നങ്ങൾ തൊട്ടറിയാനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരും. കൂടുതൽ കാഴ്ചകൾ വരും ദിവസങ്ങളിലും ഉണ്ടാവും.